വളരെ ശ്രദ്ധേയമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. ഒരുപക്ഷെ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വചനഭാഗം കൂടിയാണ്. കാരണം ആധുനിക ജനതയ്ക്ക് മനസ്സിലാകാത്തൊരു ഭാഷയും സംഭവവും യാഥാർത്ഥ്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ ഒരു മാസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ വന്നിട്ട് അപ്പൊ അദ്ദേഹം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നെ ഒരു പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ദിവസം വരാൻ പറഞ്ഞു വന്നു. അപ്പൊ അദ്ദേഹം ഒത്തിരി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എന്നുവെച്ചാൽ അലോപ്പതി ഡോക്ടർ MBBS കഴിഞ്ഞിട്ട് അയാൾ അതിലേക്ക് പോയതാണ്, പഠനത്തിന് വേണ്ടിയാണ് പോയത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഇൻസൈറ്റ്, അദ്ദേഹം പറഞ്ഞത് ഹീലിങ്ങിന് ഒരു മെറ്റാഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്രമിസ്. അതാണ് ഫിസിക്കൽ റിയാലിറ്റിയിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന സിംറ്റംസിനേക്കാൾ അതീതമായിട്ട് എല്ലാ രോഗങ്ങൾക്കും തന്നെ ഒരു മെറ്റാഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു എനർജി ഫീൽഡ് ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ. ചില ഹീലിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, പ്രാണിക് ഹീലിംഗ്, റേഖി ഹീലിംഗ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ മറ്റ് പ്രയർ ഹീലിംഗ്, ഫെയ്ത്ത് ഹീലിംഗ്, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴെല്ലാം അത് പ്രവർത്തിക്കുന്ന ഒരു എനർജി ലെവലില്ല. മരുന്ന് കൊടുത്തല്ല നമ്മൾ അത് മാറ്റുന്നത്, ഒരു എനർജിയാണ്, ദൈവത്തിന്റെ ഒരു ശക്തി പ്രവർത്തിക്കുക. ആ ഒരു ലെവലിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, പ്രപഞ്ചത്തിൽ 2 തരം എനർജികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജിയാണ്, മറ്റത് നെഗറ്റീവ് എനർജിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ 2 റിയാലിറ്റീസ് ആണ്, ലൈഫ് എനർജി ഓർ ഡെത്ത് എനർജി. 2 വാക്കുകൾ ഐൻസ്റ്റൈൻ ഉപയോഗിക്കുന്ന വാക്കൊക്കെ ഡെത്ത് എനർജി, ഡെഡ് എനർജി എന്നൊക്കെ ഉള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കും. അദ്ദേഹത്തിന്റെ റിസർച്ച് അദ്ദേഹം കണ്ടെത്തിയതാണ്, ഈ പ്രപഞ്ചത്തിൽ 2 ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും. നന്മയുടെ ശക്തി ദൈവത്തിൽ നിന്ന്, തിന്മയുടെ ശക്തി സാത്താനിൽ നിന്ന് വരുന്നു, അല്ലെ പിശാചിൽ നിന്ന് വരുന്നു. സാത്താൻ എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിലെ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈ ദിവസങ്ങളിലെ വായനകളിൽ, സിറോമനോസഭയിലെ വായനകളിൽ കൂടുതലായിട്ടും ഈ ഒരു പൈശാചിക ശക്തികളെ കുറിച്ച്, അതിന്റെ വിമോചനത്തെ കുറിച്ചുള്ള റീഡിങ്സ് ആണ് ദിവസങ്ങളിൽ വരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ സുവിശേഷങ്ങളിൽ യേശുവിന്റെ പരസ്യ ജീവിതത്തിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിന്ന, ഒരു എക്സെപ്ഷണലായിട്ട് നിന്ന ഒരു മിനിസ്ട്രിയാണ് ഡെലിവറൻസ്, അല്ലെ എക്സോർസിസം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ സഭയുടെ കൂദാശ തന്നെ കൂദാശ അനുകരണങ്ങൾ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കൂദാശകൾ കഴിഞ്ഞാൽ കൂദാശ അനുകരണങ്ങളാണ് സഭയിലുള്ളത്. ആ കൂദാശ അനുകരണങ്ങളിൽ 5 കൂദാശ അനുകരണങ്ങളുണ്ട്. അത് മൂറോൻ വെഞ്ചരിപ്പ്, ദേവാലയ വെഞ്ചരിപ്പുകൾ, മൃതസ്കാരം, എക്സോർസിസം, ആ 5 കാര്യങ്ങളാണ് കൂദാശ അനുകരണം പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. അപ്പൊ ആ എക്സോർസിസം ഒരു റിയാലിറ്റിയാണ്. സെന്റ് തോമസ് അക്വിനാസ് ഈ കൂദാശകളുടെ എണ്ണം 7 നിജപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന അവസരം വരെ പലതും നമുക്ക് കൂദാശകളായിരുന്നു. പ്രത്യേകിച്ച് ഓറിയന്റൽ റൈറ്റിലൊക്കെ മൃതസംസ്കാരം ഒരു കൂദാശയായിരുന്നു, മൂറോൻ വെഞ്ചരിപ്പ് കൂദാശയാണ്. പള്ളി കൂദാശ ചെയ്യുന്ന, പള്ളി വെഞ്ചരിപ്പ് എന്ന് പറയുകയല്ല, പള്ളി കൂദാശ ചെയ്യുന്നു. അതിലൊന്നാണ് ഈ ഭൂതോച്ചാടനം. അതൊരു കൂദാശയായിട്ടാണ് കണ്ടത്, ദൈവത്തിന്റെ ഒരു ആക്റ്റീവായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ അതൊരു റിയാലിറ്റിയാണ്, ഒരു നെഗറ്റീവ് പവർ, എക്സിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് പവറും ആ പവറിന്റെ സ്വാധീനം വഴി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ഞാൻ ഈ വചനഭാഗത്തെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ച അവസരത്തിൽ പഠിക്കാന്ന് വെച്ചാൽ ഞാനൊരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എഴുതാനായിട്ട് അതിനുവേണ്ടി ഒരുങ്ങിയ സമയത്താണ് ഈ വചനഭാഗം വ്യാഖ്യാനിക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എല്ലാ പിശാച് ബഹിഷ്കരണ കാര്യത്തിലും പ്രസൻസ് ഓഫ് എ നെഗറ്റീവ് പവർ ഉള്ളപ്പോൾ ആ വ്യക്തിയിൽ ചില വ്യതിയാനങ്ങൾ വരും. എന്നാൽ ആ നെഗറ്റീവ് പവർ അല്ലെങ്കിൽ പൈശാചിക ശക്തി അവനിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മറ്റൊരു വ്യതിയാനങ്ങൾ വരും. സോ പ്രസൻസ് ഓഫ് ആൻ ഈവിൾ പവർ ക്രിയേറ്റ്സ് സോ മെനി പ്രോബ്ലംസ്, and also the absence of negative powers makes the people change.
അപ്പൊ ആ ഒരു വ്യതിയാനമാണ് ഇവിടെ എല്ലാം കാണുന്നത്. പിശാച് ബാധ മാറിക്കഴിഞ്ഞപ്പോ അവൻ ഊമനെ സുഖപ്പെടുത്തി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, കഴിഞ്ഞ ഞായറാഴ്ച അതായത്. അപ്പോ എന്നുവെച്ചാൽ പിശാച് ബാധിതനായ ഒരു ഊമനെ സുഖപ്പെടുത്തുകയായിരുന്നു എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം പിശാചിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. സോ ആ മനുഷ്യന്റെ സംസാരശേഷിയെ പോലും കെട്ടിയിരുന്ന, ബന്ധിച്ചിരുന്ന ഒരു ദുരാത്മാവ്, അത് ദുരാത്മാവ് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഉള്ള ഒരു ആത്മാവാണോ, അതൊരു പവറാണോ എന്നുള്ളതൊക്കെ നമ്മൾ ഒത്തിരി പഠന വിഷയമാക്കണം. പക്ഷെ സം കൈൻഡ് ഓഫ് നെഗറ്റീവ് പവർ ഉണ്ടായിരുന്നു, അത് അവനെ ബ്ലോക്ക് ചെയ്തു. ആ പവറിനെയാണ് ഈശോ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ ഉടനെ ഹി ബിക്കേം ഫ്രീ. ഇവിടെ ഇത് തന്നെ, ഈ മനുഷ്യന്റെ, ഈ പയ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അവന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആ പിശാച് ബാധിതനായ മകൻ ശവക്കല്ലറയിൽ താമസിക്കുന്നുണ്ടോ. വീട്ടിൽ താമസിക്കേണ്ടവൻ ഏകാന്തതയുള്ള സ്വസ്ഥ ശവക്കല്ലറയിൽ പോയി താമസിക്കും. അൺക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത്, ഒരു മനുഷ്യന് വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് പോയി താമസിക്കും. അത് മാത്രമല്ല, വസ്ത്രം ധരിക്കാറില്ല. കണ്ടോ, നോർമൽ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നു, ഇവിടെ തിന്മ കയറി കഴിഞ്ഞപ്പോ അവൻ അബ്നോർമലായി. കണ്ടോ, വസ്ത്രം ധരിക്കുന്നില്ല. പിന്നെ ഇവൻ വയലന്റ് ആയി. നോർമൽ മനുഷ്യൻ എപ്പോഴും വയലന്റ് അല്ല, ശാന്തനും സ്വസ്ഥനുമാണ്. പക്ഷെ ഈ തിന്മയുടെ ശക്തി അവന്റെ ആവസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വയലന്റ് ആകുന്നു. അതും ഇവനെ സംബന്ധിച്ച് പല പിശാചുക്കൾ കയറിയോണ്ടായിരിക്കണം. എക്സ്ട്രാ ഓർഡിനറി, ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചിട്ട് പോലും നിർത്താൻ പറ്റാത്ത വിധം വയലന്റ് ആയിരുന്നു. അബ്നോർമാലിറ്റി. സോ തിന്മ കയറി കഴിയുമ്പോൾ, തിന്മയുടെ ശക്തി കയറി കഴിയുമ്പോൾ അബ്നോർമൽ ആകുന്നു മനുഷ്യൻ. അതും കഴിഞ്ഞിട്ട് പിന്നെയും കാണുന്നത് എന്താണ് ഇവിടെ പറയുന്നത്, പലപ്പോഴും അതെല്ലാം തകർക്കുകയും പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നുവെന്നാണ്. അപ്പൊ അതുകൊണ്ട് പിശാച് ബാധ വന്നു കഴിയുമ്പോൾ അവന് അബ്നോർമൽ ആകുന്നു. പലപ്പോഴും അശ്വനാഥ പിടികൂടുന്ന ചങ്ങലകളും കാൽവിലും ബന്ധിച്ച് സൂക്ഷിച്ച്, എന്നാൽ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള തിന്മയുടെ സ്വാധീനമുള്ള മനുഷ്യര്, തിന്മ കയറിക്കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറും. ഇവൻ തന്നെ ചോദിക്കുന്ന കണ്ടില്ലേ, ഈശോ ഒന്ന് മനസ്സിൽ പറഞ്ഞതേ ഉള്ള അശുദ്ധാത്മാവ് പുറത്ത്. ഉടനെ അവൻ പറയുന്നത്, നീ എന്തിനെന്റെ കാര്യത്തിൽ ഇടപെടുന്നു? നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെ ചില കുട്ടികളുടെ, നല്ല കുട്ടികളാ, പക്ഷെ ഒരു തിന്മയുടെ സ്വാധീനം കയറി വന്നാൽ സ്വഭാവം മാറും, പെരുമാറ്റം മാറും, സംസാരം മാറും, എല്ലാം റെസിസ്റ്റന്റ് ആകും, ഏകാന്തത ഇഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി ക്വാളിറ്റീസ്, ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. എന്നാൽ ഈശോ അതിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞപ്പോ അവൻ സ്വസ്ഥനാകും. ഇപ്പൊ ക്രിസ്തീയ ജീവിതത്തിലും ക്രിസ്തീയ ആധ്യാത്മികതയിലും ഈശോ, പിന്നെ രണ്ടാമത് കാണുന്നത്, പിശാചിനെ ബഹിഷ്കരിച്ച പിശാചുക്കൾ ഈശോയുടെ ആദ്യം എന്തിനാ ഇടപെടുന്നു ചോദിച്ച ആളാണ്. പക്ഷെ ഇപ്പോ ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോ ഈശോട് പറയാണ്, ഞങ്ങളെ പാതാളത്തിലേക്ക് വിടരുത്, എന്നാൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിടാൻ പറയും. അവിടെ നമ്മൾ കാണേണ്ട, ഈശോ അനുവദിച്ചു, പിശാച് അവനെ വിട്ട് പന്നിക്കൂട്ടത്തിലേക്ക് പോയി. പന്നികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പന്നികൾ അബ്നോർമലായി. അവിടെയും അബ്നോർമാലിറ്റി വരിക. അപ്പോ മനുഷ്യ ജീവിതങ്ങളിൽ അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വരുമ്പോൾ അതിന്റെ പുറകിൽ ഫിസിക്കലായിട്ടുള്ള ചില റീസൺസ് ഉണ്ടാകും. നമുക്കറിയാം, ചില ആളുകൾക്ക് സോഡിയം ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ ഈ ലിങ്ക് പോകും നമ്മുടെ സംസാരത്തിന്റെ. പക്ഷെ അത് ഫിസിക്കൽ റീസൺസ് ഉണ്ടാകാം, പക്ഷെ അതിനും അതീതമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും, പ്രത്യേകിച്ച് ഡെലിവറൻസ് പ്രയർ സഭയ്ക്ക് കർത്താവ് കൊടുത്ത അധികാരം ഉപയോഗിച്ചാണ് അത് മാറ്റുന്നത്. അത് മാറ്റിക്കഴിയുമ്പോൾ അവരുടെ വ്യക്തി ജീവിതങ്ങളിൽ ഒത്തിരിയേറെ വ്യത്യാസം വരുന്നതായിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഒത്തിരിയേറെ വ്യക്തികളിൽ മാറ്റം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈശോയുടെ നാമത്തിൽ ആ പിശാച് ബാധയെ അല്ലെ പിശാചിക ശക്തിയെ വ്യക്തിയിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ, അല്ലെ ഒരു ഭവനത്തിൽ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിക്കഴിയുമ്പോൾ അവിടെ വ്യത്യാസം വരും. എല്ലാം പോസിറ്റീവായിട്ട് തീരും, തടസ്സങ്ങളെല്ലാം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. ഇന്ന് എനിക്ക് ഒത്തിരിയേറെ അത് ബോധ്യത്തോടെ പറയാൻ സാധിക്കും. ഇപ്പൊ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന വലിയ കൃപയാണത്. പ്രത്യേകിച്ച് മാമോദീസയുടെ അവസരത്തിലാണ് ആദ്യത്തെ തൈലം പൂശൽ എക്സോർസിസമാണ്. എന്നുവെച്ചാൽ ആ വ്യക്തിയെ എല്ലാ തിന്മയുടെ മോചിച്ചിട്ടാണ് മാമോദിസ മുഖാനായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയുടെ വാതിക്കെ വെച്ച് ചോദ്യം ചോദിച്ചിട്ട് ആദ്യം തൈലം പൂശലുണ്ട്. ഇപ്പോ പഴയ ക്രമം അനുസരിച്ച് തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട്. അങ്ങനെ മോചിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് പാവം മോചിക്കുന്നത്, പിന്നെ പരിശുദ്ധാത്മാവിനെ തരുന്നു. അത് സംഭവിക്കുന്ന ഇതാണ്. അപ്പൊ ഈശോയുടെ അധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത്. രോഗികളെ സുഖപ്പെടുത്തിയവനായ ഈശോ, പിശാചുക്കളെ ബഹിഷ്കരിച്ചവനായ ഈശോ, പാപങ്ങൾ മോചിച്ചവനായ ഈശോ ഈ അധികാരം സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ അധികാരം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറില്ല.
ഉപയോഗിക്കുന്നില്ല എന്നതാണ് ദുഃഖകരം. കാരണം ഒത്തിരി മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ അധികാരം ലഭിച്ച സഭയോ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുന്ന വൈദികരോ ബോധ്യപ്പെട്ട് ഈ ശുശ്രൂഷയെ വ്യാപരിക്കുന്നില്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ അധികാരം അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസികൾക്കും ഈ പൊതുവായിട്ട് ഈശോ കൊടുത്തേക്കുന്ന ഒരു അധികാരമാണ്. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്റെ നാമത്തെ പിശാചുക്കളെ ബഹിഷ്കരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കൃപ, ദൈവത്തിന്റെ കൃപ നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മതി. അവർക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ വിമോചിതരായി തീരും. വിമോചിതരായി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും, പെരുമാറ്റം മാറും, സംസാരം മാറും, എല്ലാം മാറും. ഇതാണ് ഇവിടെ കണ്ടോ, അവൻ വസ്ത്രം ധരിച്ച് ശാന്തമായി യേശുവിന്റെ പാദത്തെങ്കിൽ ഇരുന്നുവെന്നാണ്. കണ്ടോ, അവന്റെ ക്യാരക്ടർ മുഖം മാറി. അവൻ വസ്ത്രം ധരിച്ചു, സ്വസ്ഥനായി, വയലന്റ് ആയിരുന്ന സ്വസ്ഥനായി യേശുവിന്റെ പാദത്തെങ്കിൽ ഇരുന്ന്. എന്തിന് എന്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചവൻ ഈശോയുടെ അടുത്തിരിക്കുകയാണ്. അവസാനം വഞ്ചിക്കറി ഈശോ പോരാൻ തുടങ്ങിയപ്പോൾ ഞാനും പോരട്ടെ എന്ന് പറഞ്ഞ് പുറകെ നടക്കുകയാണ്. അതിന്റെ സ്വഭാവം അത്രമാത്രം മാറി. അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ഏരിയ അല്ലെങ്കിൽ സ്പിരിച്വൽ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ കർത്താവിന്റെ ഈ തിരുവചന ഭാഗം നമ്മെ എല്ലാവരെയും സഹായിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന, അല്ലെങ്കിൽ ഒരു ഷെയറിങ്. ഇതൊരു റിയാലിറ്റിയാണ്, നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന. ഇന്ന് ലോകത്തില് ഒത്തിരിയേറെ വ്യക്തികളിൽ ഈ സ്വാധീനം വന്ന് അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുള്ളവരും വചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരായ നമ്മള് ഈ ഒരു റിയാലിറ്റിയെ കൂടുതൽ മനസ്സിലാക്കി, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥന കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അർത്ഥം സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദുഷ്ടാരൂപി ലോകത്തിലുണ്ട്, അവൻ നമ്മളെ ഉപദ്രവിക്കും പലവിധം. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആഴങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ നമ്മുടെ ജീവിതങ്ങളെ ധന്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.